എല്ലാവർക്കും ഷാഹിസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു റെസിപ്പിയുമായാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. എങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് ഫ്രഞ്ച് ഫ്രൈസ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്നമർത്തിയേക്കണേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി 3 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കഴുകിയോടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇനി 30 മിനിറ്റോളം നമുക്ക് തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കാം. ശേഷം ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അധികം വേവിച്ചെടുക്കേണ്ടതില്ല, ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇതിനി നമുക്ക് കോരിയെടുത്ത് നല്ലൊരു കോട്ടന്റെ കഷ്ണത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കൊരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നല്ല കോട്ടന്റെ കഷ്ണം വെച്ചിട്ട് നമുക്ക് ഇതിൽ വെള്ളം നന്നായിട്ട് ഒപ്പിയെടുക്കാം. നല്ലതുപോലെ വെള്ളം വാർന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കോൺഫ്ലവറിന്റെ പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ഫ്രൈയിങ് പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഓരോന്നായി പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. അധികം ബ്രൗൺ കളർ ആകേണ്ടതില്ല. അതിനു മുമ്പേ തന്നെ നമുക്ക് ഇത് കോരിയെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് പൊരിച്ചെടുക്കാം. കടകളിൽ നിന്നും വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സും എന്നെ അറിയിക്കണം. താങ്ക് യു.